ഓം ശ്രീ ഗണേശാശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴനാരായണീയം, ദശകം 91. ഭക്തിമഹത്വം. മായാദുഃഖങ്ങളിൽ പെട്ടു മരിക്കുന്ന മനുജനു മാധവനിൻ പാദഭക്തി ഭയമകറ്റും. അതുകൊണ്ടു തവ ഭക്തൻ അറിവില്ല വഴിയിലും അഭംഗുരം ഓടിയിടുന്നു താഴെ വീഴാതെ. മനസ്സും വാക്കും കർമ്മവും കൊണ്ടു ചെയ്യും പ്രവൃത്തികൾ മണിവർണ്ണ നിന്റെ കാൽക്ക് സമർപ്പിക്കുന്നു. ജാതി ഏതിൽ പിറന്നാലും ഭഗവാനെ നിന്റെ ഭക്തൻ ജഗത്തിനെ എല്ലായ്പ്പോഴും ശുദ്ധമാക്കിയിടും. ഭക്തജന സമ്പർക്കത്താൽ ഭക്തിഭാവം കൈവന്നിടും. ഭക്തജന ദർശനത്തിനായി പ്രാർത്ഥിപ്പൂ. ഭക്തജന മുഖത്തിന്നു ഉയരുന്ന വർണ്ണനകൾ ഭക്തിയേകും ഹൃദയത്തെ ശുദ്ധമാക്കിയിടും. രണ്ടുണ്ടെങ്കിലാണു ഭയം എന്നതു ഞാൻ അറിയുന്നു. രാമാനുജ നിന്നെ എന്നും ഓർക്കുന്നു ഞാനും. മായയെ നിയന്ത്രിക്കുവാൻ തൊൽപാദ ഭജനം ചെയ്യും. ഭയമകറ്റിടും ഞാനും ഗുരുവാദേശ. മോക്ഷത്തിനായി മാർഗമേറെ ഭക്തി വഴി തേടും ഞാനും. മോഹനരൂപനാം നിന്റെ കഥകൾ പാടും. ഭക്തിയാലെ ഭ്രാന്തനെ പോൽ തുള്ളിക്കളിച്ചിടും ഞാനും. ഭക്തദാസാകരുണയ്ക്കായി യാചിച്ചിടട്ടെ. പഞ്ചഭൂതങ്ങളും പിന്നെ പഞ്ചഭൂത പ്രപഞ്ചവും പവനേശനെന്നതോർത്തു നമസ്കരിക്കും. താവക ഭജനത്താലെ ഭക്തി വൈരാഗ്യവും പിന്നെ അദ്വൈതവും നിഷ്പ്രയാസം കൈവരുമല്ലോ. ഭവാനിൽ മാനസാലിഞ്ഞു ചേർന്നിടുകിൽ നിസ്സംശയം വിശപ്പും ദാഹവും പോകും ഭക്തി നിറയും. സുഖ ദുഃഖഭേദം പോകും സർവം മായ എന്നറിയും. ഏകാശയം നീയാണെന്ന് സത്യമറിയും. അദ്വൈതഭാവമറിയാൻ യോഗ്യനല്ല ഞാനെങ്കിലോ ഭക്തിയേകൂ ഭക്തന്മാരിൽ സ്നേഹവും നൽകൂ. അത്യാധിക ശ്രദ്ധയോടെ അവിടുത്തെ വിഗ്രഹത്തിൽ അത്യാദരം പൂജ ചെയ്യാൻ ഉത്സാഹമേകൂ. പൂജ ചെയ്യൽ ക്രമേണ ഞാൻ ഉത്തമ ഭക്തനായിടും. ദുഃഖം നൽകും മായ എന്നെ വലയ്ക്കരുതേ. ലോകനാഥ നിന്റെ പാദഭക്തി കൊണ്ടു കീഴടക്കം മായ എന്നു ചൊല്ലിയിടുന്നു പ്രബുദ്ധയോഗി. ദുഃഖം കണ്ടു വിവേകിയായി അവിടുത്തെ സ്വരൂപത്തിൻ രഹസ്യമറിഞ്ഞു തവ ഭക്തനായിടും. മായയെ ജയിച്ചു നിന്റെ പാദങ്ങളിൽ സുഖം തേടും. ആദ്യ പുറപ്പാടാണതു രോഗം മാറ്റേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.